മക്കളെല്ലാവരും ചാടി എഴുന്നേറ്റ് കണ്ണുകൾ അടച്ചു പിടിക്കുക, കൈകൾ കൂപ്പി പിടിക്കുകയും പ്രാർത്ഥിക്കാലോ നമുക്കല്ലേ. ആദ്യം കുരിശുവരും വിശ്വസിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുവിനെ രക്ഷിക്കുക. എന്റെ വന്ദനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ ഈശോയെ, ഞങ്ങളായി ഇഷ്ടപ്പെട്ട മക്കളായി അനുസരണമായി വളർത്തണമേ. പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾ പ്രവർത്തിക്കുന്നു നന്മയും ഈശോ ചേർന്ന് പോകാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയാനും നമുക്ക് തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പപ്പയ്ക്ക് മമ്മിക്ക് സ്തുതി കൊടുത്ത് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കും. മക്കൾക്ക് സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? രണ്ടൂന്നാഴ്ചയായിട്ട് ആരുടെ അനക്കൊന്നുമില്ലല്ലോ. എന്തു പറ്റി? വചനം ആരും എഴുതുന്നില്ല, വചനം പറയുന്നില്ല. ഒന്നോ രണ്ടോ പേര് ചെയ്യുന്നുണ്ട്, അത്രയല്ലേ ഉള്ളൂ. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യാത്ത എന്താണ്? നന്മ നിറഞ്ഞ പ്രാർത്ഥനയിൽ കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് ആരും കേൾപ്പിച്ചില്ലല്ലോ. ആരുടെ വീഡിയോ ടീച്ചർ കണ്ടില്ല. പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നോ? പഠിച്ചു കഴിഞ്ഞെങ്കിൽ വീഡിയോ ഇടണം കേട്ടോ. ടീച്ചറിനെ കാണാനാണ്, കേൾക്കാനാണ്. മക്കൾ എന്തുമാത്രം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റെഡിയാണോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്ന് ഓർത്തു നോക്കി. പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചു, മാതാവിനെ പറ്റി പഠിച്ചു അല്ലെ, പരിശുദ്ധ മറിയത്തെ പറ്റി പഠിച്ചു അല്ലേ. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ജ്ഞാനസ്നാന സമയത്ത് നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു, നമ്മളിൽ വസിക്കുന്നു, നമുക്ക് നന്മ ചെയ്യാനുള്ള കൃപ തരുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ തരുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയാണ്, ഈശോയുടെ അമ്മയാണ്. ഈശോയെ നമുക്ക് രക്ഷകനായി തന്ന അമ്മയാണ്. ഈശോയുടെ അമ്മയായതുകൊണ്ട് നമ്മുടെ അമ്മയാണ്. ഈശോയുടെ അമ്മയെ നമ്മൾ മാതാവെന്ന് വിളിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പൊ എളുപ്പത്തിൽ പഠിച്ചില്ല. അപ്പൊ ഈശോയുടെ അമ്മയെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ദേവാലയം. ദേവാലയം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളികൾ അല്ലേ. നിങ്ങളൊക്കെ പള്ളി പോകാറുള്ള നല്ല മക്കളല്ലേ? ആണല്ലോ. എന്തിനാ നമ്മൾ ദേവാലയത്തിൽ വരുന്നത്? മക്കൾ എന്തിനാ ദേവാലയത്തിൽ വരുന്നത്? കളിക്കാനാണോ? കളിക്കാനാണ് ദേവാലയത്തിൽ വരുന്നത്. പള്ളിയിൽ വരുന്നത് എന്തിനാ? മറ്റുള്ളവരൊക്കെ കണ്ട് കളിക്കാനാണോ? അല്ല അല്ലേ. നമ്മൾ എന്തിനാ ദേവാലയം, എന്തിനാണ് പള്ളികള് എന്ന് പറഞ്ഞ്? എന്തിനുള്ള സ്ഥലം പള്ളി? പള്ളി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. എന്തിനുള്ള സ്ഥലമാണ്? ദേവാലയം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ കളിക്കാവോ? ഇല്ല അല്ലേ. നല്ല കുട്ടികളാണ്. ഇനി പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ കളിക്കുകയും ചെയ്ത് അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ ദൈവത്തെ ആരാധിക്കണം അല്ലേ. ഇനി നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്? ഓടി കയറി പള്ളിയകത്ത് കയറി അങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ചെയ്യുന്നത്? അല്ല അല്ലേ. നമ്മള് പള്ളിയില് ചെരുപ്പ് കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് വന്ന് നമ്മള് മുട്ടുകുത്തി കുരിശ് വരച്ച് ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? കുറച്ച് സമയം കണ്ണടച്ച് പിടിച്ചിരിക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് പിടിച്ചിരുന്നത് നമ്മൾ എന്ത് പറയണം? ഈശോയെ എന്റെ സ്നേഹമായി എന്റെ ഉള്ളിൽ നിന്ന് നിറയണമേ. ഈശോയെ സ്നേഹമായി എന്റെ ഉള്ളിൽ നിന്ന് നിറയണമേ. അങ്ങനെ കുറച്ചു നേരം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാവോ? നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബത്തിന്റെ പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നോ അല്ലെങ്കിൽ നമ്മൾ കസേരയിൽ ഇരുന്നോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നോ ഒരു 5 മിനിറ്റ് നമ്മൾ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാവോ? ആ വീട്ടിൽ നിന്ന് അതുപോലെ പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വരുമ്പോൾ തന്നെ കുരിശ് വരച്ച് പഠിച്ചമ്പറം പെട്ടെന്നിരിക്കുക. ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 5 മിനിറ്റ് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയുടെ 5 മിനിറ്റ് പ്രാർത്ഥിച്ച് 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആകും. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഈശോ സ്നേഹമായിട്ട് വരും, സന്തോഷമായിട്ട് വരും. പിന്നെ എങ്ങനെ വരുന്നേ? നമുക്ക് വിഷമമൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും. അതായത് ആശ്വാസദായകനായിട്ട് വരും. അപ്പൊ ഈശോയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഈശോയെ സ്നേഹമായി എന്നിൽ വരണമേ. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈശോയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇത്രയും മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക കുറച്ച് നേരം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ടീച്ചറിനോട് പറയണം കേട്ടോ.
കുറച്ചു നേരം അങ്ങനെ പ്രാർത്ഥിക്കണം. ഒന്നും വലിയ ഈശോയെ നോക്കി കണ്ടിട്ട് ഈശോയെ എന്റെ ഉണ്ണീശോയെ എന്ന് വിളിച്ചുകൊണ്ട് കുറച്ച് ഇരിക്കും. അങ്ങനെ ഇരിക്കുമല്ലേ? അപ്പൊ നമ്മൾ ദേവാലയത്തിൽ വരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കുരിശ് വരയ്ക്കണം. അതിനുശേഷം അവിടെ ഇരുന്നിട്ട് ഈശോയെ സ്നേഹമായി എന്റെ ഉള്ളിൽ നിറയണമേ, സ്നേഹമായി എന്റെ ഉള്ളിൽ നിറയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി ദേവാലയത്തില് നമ്മൾ ഈശോ വസിക്കുന്നുണ്ടെന്ന് പറയുന്നത് അല്ലേ? ദേവാലയത്തിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ നിങ്ങളോട് എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ഈശോ എവിടെ വസിക്കുന്നതെന്ന് പറഞ്ഞ ദേവാലയത്തില് ആർക്കെങ്കിലും അറിയാവോ? അറിയാല്ലേ? എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ഉത്തരം പറയുന്നുണ്ടല്ലോ. ടീച്ചറിനെ കേൾക്കാലോ. എവിടെ? സക്രാരിയിലാണ് അല്ലേ? ഈ സക്രാരി എവിടെ ഇരിക്കുന്നത്? പള്ളി ദേവാലയത്തിലെ സക്രാരി എവിടെ ഇരിക്കുന്നത്? അൾത്താരയിലെ സക്രാരിയിൽ. സക്രാരിയിൽ ആരാ വസിക്കുന്നത്? ഉണ്ണീശോ വസിക്കുന്നു. എവിടെ ഉണ്ണീശോ വസിക്കുന്ന സക്രാരിക്ക്? സക്രാരിക്കകത്ത് കുഞ്ഞു തിരുവോസ്തി ഇരിപ്പുണ്ട് അല്ലേ? അതായത് ഈശോ വസിക്കുന്ന കുഞ്ഞപ്പം. ആ കുഞ്ഞപ്പത്തില് ആര് വസിക്കുന്നുണ്ട്? ഉണ്ണീശോ വസിക്കുന്നുണ്ട് അല്ലേ? ഉണ്ണീശോ അവിടെ നിന്ന് നമ്മൾ കാണാൻ പറ്റും. ഉണ്ണീശോ നമ്മൾ വന്നു കഴിയുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഉണ്ണീശോ ആദ്യം ഇങ്ങനെ നോക്കും. ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്? ആരൊക്കെ കളിക്കുന്നുണ്ട്? ആരൊക്കെ വർത്താനം പറയുന്നുണ്ട്? ആരൊക്കെ ഉണ്ണീശോയെ വിളിക്കുന്നുണ്ട്? ഇതൊക്കെ ഉണ്ണീശോ നോക്കും. ആ കുഞ്ഞു വാല് തുറന്നിട്ട് നോക്കാം. അതായത് കുഞ്ഞപ്പത്തിന്റെ ഉള്ളിൽ ആരിയ്ക്കുന്നുണ്ട്? നമ്മുടെ ഉണ്ണീശോ. അതായത് നമ്മുടെ തിരുവോസ്തി ഈശോ വസിക്കുന്ന കുഞ്ഞപ്പം. ആ കുഞ്ഞപ്പത്തിനുള്ളിൽ ആരുണ്ട്? ഈശോ വസിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? ഈശോ അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ആ ഉണ്ണീശോ നമ്മളെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അവിടെ പരിപാടി എന്നൊക്കെ ആര് കാണും? ഉണ്ണീശോ കാണും. അപ്പൊ ഇനി നമ്മൾ പള്ളിയിൽ വന്ന് എന്ത് ചെയ്യണം? കളിക്കാവോ? മറ്റുള്ളവരുടെ വർത്തമാനം പറഞ്ഞിരിക്കാവോ? ഓടി നടക്കാവോ? ഇല്ല, ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വരിക, കുരിശ് വരയ്ക്കുക, അവിടെ ഇരുന്ന് ഉണ്ണീശോയെ നോക്കുക. ഉണ്ണീശോ പറഞ്ഞ സ്നേഹമായിട്ട് എന്റെ ഉള്ളിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂലല്ലേ? പിന്നെ എന്തിനൊക്കെ ദേവാലയം ഉപയോഗിക്കുന്നു? നമ്മള് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാനാണ്. പിന്നെ അവിടെ എല്ലാ ദിവസവും എന്താ ഉള്ളത്? ദിവ്യബലിയുണ്ട്. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ദൈവത്തെ നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കാൽവരിയിലാണ്. ഈശോ കുരിശിൽ മരിച്ചില്ലേ? എവിടെ മരിച്ചത്? കാൽവരിയിൽ അല്ലേ? ആ കുരിശിൽ മരിച്ച് അതിന് മുമ്പായിട്ട് ഈശോ എന്ത് ചെയ്തു? പെസഹ വ്യാഴാഴ്ച എന്ത് സംഭവിച്ചവിടെ? അപ്പവും മീനും ഉയർത്തിക്കൊണ്ട് ഇതെന്റെ ശരീരമാവുന്നു, ഇതെന്റെ രക്തമാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടത്? അച്ഛൻ പറയുന്നത് ദിവ്യബലിക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അപ്പൊ ആ കുർബാനയില് ഈശോ, അതായത് വൈദികൻ ആരായിട്ട് മാറും? ഈശോ ആയിട്ട് മാറും. ഈശോ ആയിട്ട് മാറിയിട്ട് നമ്മൾ അനുഗ്രഹിക്കും അല്ലേ? അതിലൂടെ നമ്മൾ ഈശോയ്ക്ക് തന്നെ നമ്മളെ തന്നെ കൊടുക്കും. നമ്മൾ കൊടുക്കുമ്പോ ആര് നമ്മളിൽ വസിക്കും? നമ്മുടെ ഈശോ നമ്മളിൽ വസിക്കും. അപ്പൊ വിശുദ്ധ കുർബാന നമ്മൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ നിന്ന് അർപ്പിക്കുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് നമുക്ക് ദിവ്യബലി ഒന്നും അർപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? ദേവാലയത്തിൽ വരുവാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലെ ടിവിയിൽ ദിവ്യബലി വരുമ്പോ അത് അർപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കണം കേട്ടോ. പപ്പയും മമ്മിയൊക്കെ ഇരിക്കുമ്പോ അവരുടെ കൂടെ ഇരുന്ന് ദിവ്യബലി അർപ്പിക്കണം. ദിവ്യബലിക്ക് ഭയങ്കര ശക്തിയുണ്ട്, അതറിയോ? നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളർത്താനുള്ള ശക്തി ആർക്കുണ്ട്? ഇങ്ങനെയുണ്ട്, ദിവ്യബലിക്കുണ്ട്. ദിവ്യബലി അർപ്പിക്കുമ്പോ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സങ്കടങ്ങളും, നിങ്ങളുടെ വിഷമങ്ങളും, നിങ്ങളുടെ സന്തോഷങ്ങളും, നിങ്ങളുടെ പപ്പയും മമ്മിയും എല്ലാവരും നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഈശോയുടെ കൂടെ ബലിയർപ്പിക്കുന്നു. നമ്മളെ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നു. അപ്പൊ ദിവ്യബലി എല്ലാ ദിവസവും ദേവാലയത്തിൽ. പിന്നെന്താ ഉള്ളത്? എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദേവാലയം അല്ലേ? ഇടവക എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താ പഠിച്ചത്? ഇടവക ഒരു കുടുംബമാവുന്നു അല്ലെ? അപ്പൊ ഇടവകയിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദേവാലയം.
അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ദിവ്യബലി അർപ്പിക്കുന്നത്. ഈ ദിവ്യബലിയുടെ ഇടയ്ക്ക് നിന്ന് സുവിശേഷം വായിക്കും അല്ലേ, പ്രസംഗം പറയും, അതായത് വചന പ്രഘോഷണം. ദൈവവചനം വായിച്ച് വചനം പ്രഘോഷിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ആ വചനം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കുകൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അതനുസരിച്ച് ജീവിക്കുക, വളരുക. ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും. എല്ലാവരും ഇത് പഠിച്ചല്ല. ദേവാലയത്തിലുള്ള സ്ഥലമാണ്, പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ള സ്ഥലമാണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ദേവാലയത്തിൽ വരുമ്പോ നമ്മൾ കുരിശ് വരച്ച് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈശോയെ എൻ്റെ ഉള്ളിൽ വരണമേ, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഉള്ളിൽ വന്ന് സ്നേഹമായി എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ ഇവിടെ പ്രാർത്ഥിക്കും. സ്നേഹമായി എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ദേവാലയത്തിൽ എവിടെയാണ് ഈശോ വസിക്കുന്നത്? ദേവാലയത്തിലെ അൾത്താരയിലെ സക്രാരിയിലെ കുഞ്ഞു തിരുവോസ്തയിലാണ് ഈശോ വസിക്കുന്നത്. ഈശോ അവിടെ നമ്മളെയൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നത്? നമ്മൾ കളിക്കുന്നത് കാണും, ഓടി നടക്കുന്നത് കാണും, വർത്താനം പറയുന്നത് കാണും, ഇതെല്ലാം ഈശോ കാണും. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന എന്ത് കാര്യമാണ്? നമ്മൾ എങ്ങനെയാണ് പള്ളിയിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈശോയുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ സ്വസ്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആര് വരും? നമ്മുടെ ഉള്ളിലേക്ക് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ടാവും? അപ്പൊ കൂട്ടുകാരനായിട്ട് ഈശോ ഉണ്ടാവും നമ്മുടെ കൂടെ, അല്ലേ? അത് നമ്മൾ പഠിച്ചു. പിന്നെ എല്ലാ ദിവസവും ദിവ്യബലിയെ അർപ്പിക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിലാണ്. ദേവാലയത്തിലെ എല്ലാ ജനങ്ങളും, ഇടവകയിലുള്ള ജനങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമാണ്, ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ദേവാലയം. പിന്നെന്താ പഠിച്ചത്? അവിടെ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് വചനം പ്രഘോഷിക്കുന്നു. ദൈവവചനം, ബൈബിള് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? നമ്മുടെ വൈദികരാണ്, അല്ലേ? വൈദികർ നമുക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കാണ്. കണ്ണടച്ചു വെച്ച് കൈ കൂട്ടി പിടിച്ചൊന്ന് കുറിച്ച് വരച്ചേ. ആദ്യം പ്രാർത്ഥിച്ചിട്ട് കുറിച്ച് ഈശോയെ, ഇന്ന് ഞങ്ങൾ ദേവാലയത്തെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടിരുന്ന് പഠിച്ചു. ഇനി ഞങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ കളിക്കാതെ ഓടി നടക്കാതെ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈശോയെ സ്നേഹമായി എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈശോയുടെ കൂടെ ഇരിക്കും. ഈശോ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഈശോയെ ഞങ്ങൾക്ക് ഉത്തരം തരണമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കുഞ്ഞുമക്കളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ക്രിസ്തുവിന്റെ അധികാരത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. എൻ്റെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.